നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ അഖിൽ, ഡ്രൈവിലാണോ? അങ്ങനെയാണെങ്കിൽ സോറി. കാര്യം പറയൂ വന്ദന. ഞാൻ അഖിലിന്റെ ഫോണിലേക്ക് ഒരു പിക്ചർ അയച്ചിട്ടുണ്ട്, ഒന്ന് നോക്കൂ. എന്നിട്ട് എന്നെ ഒന്ന് വിളിക്കാമോ? ഇപ്പൊ വിളിക്കും. അഖിൽ വിളിക്കുന്നു. സ്പീക്കറിലിട്. ഹലോ വന്ദന, ഇത് എപ്പോ എടുത്ത ഫോട്ടോയാ? ആ, അത് ശരി. അപ്പോ ഓർമ്മശക്തിയൊക്കെ ഇത്രേ ഉള്ളല്ലേ? അന്ന് കോളേജിൽ വെച്ച് നമ്മുടെ നാടകത്തിനെടുത്തത് അഖിലായിരുന്നില്ലേ ഹീറോ? ഞാൻ അഖിലിന്റെ പുറകെ നടക്കുന്ന പെണ്ണ് തനൂജ. അവസാനം എന്റെ കയ്യിൽ നിന്ന് നായിക അഖിലിനെ തട്ടിയെടുത്തു. അല്ല, അന്ന് നാടകം ഓർമ്മ വരുന്നുണ്ട്. പക്ഷേ ഇത് ഈ ഫോട്ടോയിൽ നമ്മൾ ദൂരെ എവിടെ പാർക്കിൽ നിൽക്കുന്ന പോലെയാണല്ലോ തോന്നുന്നത്. അത് ഞാനിന്ന് ഫോട്ടോഷോപ്പ് ചെയ്ത് സെറ്റ് ചെയ്തതാ. സത്യത്തിൽ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ഈ ഫോട്ടോ കാണും. എന്തോ മനസ്സിൽ ഈ ഫോട്ടോ കാണുമ്പോഴേ ഒരു സന്തോഷം കിട്ടും. സത്യത്തിൽ ഈ ഫോട്ടോ എന്റെ കയ്യിലുള്ളത് കൊണ്ടാ ഞാൻ വിവാഹം പോലും കഴിക്കാത്തത്. എന്താ മനസ്സിലായില്ല? ഏയ് ഒന്നുമില്ല അഖിൽ, നത്തിങ്. അല്ല, ഞാൻ ഈ ഫോട്ടോ അയച്ചതിന് എന്നോട് ദേഷ്യമുണ്ടോ? ദേഷ്യമോ? എന്ത് ദേഷ്യം? മതി, എനിക്കത് കേട്ടാ മതി. താങ്ക് യു അഖിൽ. ഓക്കെ. അഖിലിപ്പോ ഈ ഫോട്ടോയുടെ പുറകെ ആയിരിക്കും. ഇനി അടുത്ത ഘട്ടം ഈ ഫോട്ടോ ശ്യാമയെ കാണിക്കാന്നുള്ളതാ. അമൃത ഇപ്പൊ തന്നെ ശ്യാമയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. അവള് ഏത് നിമിഷവും ഇവിടെ എത്തുകയും ചെയ്യും. ദേ വന്നു. പഠിപ്പിക്കാനുള്ളവർ പഠിപ്പിച്ചിട്ട് പോണം. കുടുംബം ഇല്ലാതാക്കാൻ നോക്കരുത്. കുറെ ദിവസമായി ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നു. നീ ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? ഇങ്ങോട്ട് വാ, വാ ഇങ്ങോട്ട്. ഇങ്ങ് വാ. ടീച്ചറെ ഗുണദോഷിച്ചില്ലെങ്കിലേ എന്റെ സ്വഭാവം മാറും. നിനക്ക് കമ്പനിയുടെ ഹെഡ് ആവണമെങ്കിൽ ആയിക്കോ, ഞാൻ മാറി തന്നോളാം. ഇതിനെ എത്രയും വേഗം ഇവിടുന്ന് പാക്ക് ചെയ്തോളണം. ഞാൻ കുറെ നേരമായിട്ട് ക്ഷമിക്കുന്നു. എന്റെ ക്യാരക്ടറിനെ അവഹേളിച്ചാലുണ്ടല്ലോ. ക്യാരക്ടറോ? നിനക്കോ? നിനക്ക് എന്ത് ക്യാരക്ടറാ ഉള്ളത്? നിനക്കേ ഇവളെ മണ്ടിയാക്കാൻ പറ്റും, പക്ഷേ ഐശ്വര്യ ആള് വേറെയാ. എന്റെ കുടുംബത്തില് നുഴഞ്ഞു കയറാൻ വന്നാലുണ്ടല്ലോ. ബെസ്റ്റ് കാര്യം എന്താന്ന് ഈ വീട്ടിലെ ബാക്കി എല്ലാവർക്കും അറിയാം. കാര്യം എന്താന്ന് അഖ്യമായിട്ടുള്ള കളിയും ചിരിയൊന്നും നീ കാണുന്നില്ലേ? നിന്റെ ചങ്കിന്റെ ചങ്കായ അമൃതേടത്തേക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ആദ്യമായിട്ട് എന്തോ ആയിക്കോട്ടെ. ഇവളിപ്പോഴേ എന്റെ അരുണുമായിട്ട് കൊഞ്ചാനും കൊഴിയാനൊക്കെ വന്നിരിക്കുന്നു. അരുണിനെ ഫോൺ ചെയ്യുന്നുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ ഇവരുടെ ഫോൺ ഞാനൊന്ന് പരിശോധിച്ചു. അപ്പൊ കണ്ടു ഒരു ഫോട്ടോ. 2 ഇണക്കുരുവികള് പാർക്കിലിരുന്ന് സല്ലപിക്കുന്നു. അഖിയും ഇവളും കൂടെ. ഒന്നുകിൽ ഞാൻ അവിടെ നിങ്ങളുടെ വീട്ടിൽ വരാം, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ വരണം. അവിടെ വരാൻ ധൈര്യം ഉണ്ടെങ്കിൽ. അല്ലാതെ ഇങ്ങനെയുള്ള ഒളിച്ചുകളി ഞാൻ നിർത്തുക. ശരി, പറയാനുള്ളത് പറയാം, ചോദിക്കാനുള്ളത് ചോദിക്കാം. നേരത്തെ ചോദിച്ച കാര്യം തന്നെയാ. ഇപ്പോ
ഈ നാട്ടിലേക്കുള്ള വരവ് അതിന്റെ ഉദ്ദേശം എന്താ? നേരത്തെ പറഞ്ഞ ഉത്തരം തന്നെയാ. വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം. ജീവിക്കാൻ വേണ്ടി. ജീവിക്കാൻ തന്നെയാ വന്നത്. കാശുള്ളവർക്കും കമ്പനി മുതലാളിമാർക്കും മാത്രം ജീവിച്ചാ പോരല്ലോ. ഞങ്ങളെപ്പോലുള്ള ദരിദ്രവാസികൾക്കും കഴിഞ്ഞുകൂടണ്ടേ? ഒരു ജോലിക്ക് വേണ്ടിയാ ഞാനന്ന് കമ്പനിയിലേക്ക് വന്നത്. മായ, എനിക്ക് വെറുതെ ഒരു സംശയം തോന്നുക. എന്താ ജുഗൻ? അല്ല, ഐശ്വര്യ ഒരു പെണ്ണിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നില്ലേ? ആദിത്യന്റെയും അമൃതയുടെയും ഇടയിലുള്ള ഒരു പ്രശ്നം. ഇനി ഈ പെണ്ണാണോ ആ പെണ്ണ്? ഇനി എന്താ അറിയേണ്ടത്? മോളുടെ അച്ഛനാരാണെന്ന് നാട്ടിലൊക്കെ അറിയോന്നാണോ? ഇല്ല, അത് ആനന്ദ നിലയക്കാർ പേടിക്കണ്ട. ഞാനതൊന്നും പറയില്ല. കാശ് വേണോന്നാണ് ഇനിയുള്ള ചോദ്യമെങ്കില് എനിക്കതും വേണ്ട. ഈ നാട്ടിൽ നിന്നൊന്ന് പോയി തരണം എന്നാണ് പറയാൻ വരുന്നെങ്കിൽ സോറി, തൽക്കാലം പോകാൻ യാതൊരു ഉദ്ദേശവുമില്ല. ഈ മോതിരം ആരുടെയെന്നറിയോ? ആനന്ദ നിലയത്തിലെ വസുന്ധരാമ്മയുടെ. അന്നമ്മയ്ക്ക് O നെഗറ്റീവ് ബ്ലഡ് കൊടുത്തത് ഈ ഞാനായിരുന്നു. അതിന്റെ സന്തോഷമായിരുന്നു ദേ ഈ മോതിരം. കണ്ടോ, ചിതറിത്തെറിച്ചു കിടന്ന ബന്ധങ്ങൾ ദൈവം ചേർത്ത് വെക്കാൻ നോക്കുന്ന രീതികൾ കണ്ടോ? നിങ്ങൾ പക്ഷെ പേടിക്കണ്ട, ഇതൊന്നും ഭാവിയില് അവകാശം സ്ഥാപിക്കാനുള്ള അടയാളങ്ങളൊന്നും ആവില്ല. എന്നെ സംബന്ധിച്ച് ഇതൊരു അമ്മ എനിക്ക് തന്നൊരു സമ്മാനം, അത്രേ ഉള്ളൂ. പറഞ്ഞില്ലേ പേടിക്കണ്ട. അന്ന് ഞാൻ പറഞ്ഞു ആവശ്യമില്ലാതെ പേടിച്ചിട്ട് കാര്യമൊന്നുമില്ലാന്ന്. പിന്നെ കുഴപ്പം പിടിച്ച എന്തെങ്കിലും ആലോചന മനസ്സിലുണ്ടോ? അല്ല, എന്ന് വെച്ചാ എന്നെ അങ്ങ് തട്ടിക്കളയാന്ന് അങ്ങനെ എന്തെങ്കിലും? എന്തൊക്കെയാ പറയുന്നത്? അല്ല, ഈ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ചില കുടുംബക്കാരെ എന്തും ചെയ്യുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ചിന്ത മനസ്സിലുണ്ടോന്നാ ചോദിച്ചത്. അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്കുന്നതാ നല്ലത്. കാരണം എന്താണെന്നറിയോ? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായ എനിക്ക് പറയേണ്ടതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് കൃത്യമായ സ്ഥലങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.